Hey, it's me David. Welcome back to the video. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന റോഡ് ടു ഗ്ലോറിയുടെ ഒരു എപ്പിസോഡുമായിട്ടാണ് എഫ് സി മൊബൈൽ. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, പക്ഷേ ഞാൻ 150 രൂപയായി. ഒരു 1.5-2 ആഴ്ച ആയുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ 150 കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക. നമ്മൾ മിക്കവാറും എല്ലാ തിങ്കളാഴ്ചയും ഒരു രാത്രി 11 മണിക്ക് എല്ലാ ആഴ്ചയും നമ്മൾ എഫ് സി മൊബൈലിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടീമിലോട്ട് ഇതാണ് നമ്മുടെ ടീം. അത്യാവശ്യം നല്ല ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ടീം ഓഫ് ദി ഇയർ ഇവൻറ്റിൻ്റെ പകുതിയായപ്പോൾ മുതൽ തുടങ്ങിയതാണ്. പകുതിയല്ല, അതിലും കുറേ ആയപ്പോൾ തുടങ്ങിയതാണ്. ഓണറബിൾ മെൻഷൻ വന്നപ്പോൾ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്ലെയേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാ പ്ലെയേഴ്സും എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ഞാനിപ്പോൾ പറയാം. അതും തന്നെ ഹസാർഡാണ്. ഹസാർഡിനെ ഹീറോ ക്രോണിക്കിൾസ് എന്ന് അതെല്ലാവർക്കും കിട്ടി കാണും. പിന്നെ നമുക്കുള്ളത് ഗ്യോക്രസ് ആണ്. ഗ്യോക്രസിനെ ഞാൻ 104 മുതൽ മറ്റേ ഹോണറബിൾ മെൻഷൻസിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. 104 മുതൽ 107 വരെ അതിനെ റാങ്കപ്പ് ചെയ്തു. പിന്നെ ഇവനെ ആദ്യമേത്തൂരിനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. മറഡോണനെ എല്ലാവർക്കും കിട്ടിയതാണ് ചലഞ്ച് മോഡിൽ നിന്ന്, അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇവനെ എനിക്ക് മാറ്റണം തൽക്കാലത്തേന്, അതിനുള്ള വഴി നോക്കുകയാണ്. പിന്നെ നമുക്ക് സാക്കേനെയാണ് ഇവനെ ഒരു പായ്ക്ക് പറഞ്ഞപ്പോൾ കിട്ടിയതാണ്, 3000 ജെംസിൻ്റെ ആണ്. പിന്നെ സാനിറ്റീനെ 102 മുതൽ 105 വരെയുള്ള ഒരു ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല കാർഡാണ്. ഇങ്ങനെ കുറേ പ്ലെയേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പാക്കിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ടീം ഓഫ് ദി ഇയർ ഇവൻറ്റിലോട്ട് പോകാം. അവിടെ നിന്ന് എനിക്കൊരു പ്ലെയറിനെ എടുക്കാനുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മാർട്ടിനസിനെ എടുത്തത്. നോമിനി ബിയിൽ നിന്ന് നമ്മൾ ആരെയാ ഇവിടെ നിന്നാണ്ടാ സനറ്റീനെ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണോ അറിയത്തില്ല, ഇവിടെ നിന്നാണ്ടാ കിട്ടിയത്. അല്ല, സനത്തിനെ കിട്ടിയത് ഇവിടെ നിന്നാണ്. 102 105 കിട്ടിയത്. നമ്മുടെ ഇപ്പോൾ 300 ചാർജ് ഉണ്ടായിരുന്നു. അതിനൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ മേടിക്കാനാണ് നമ്മുടെ ഒരു ഇതായത്. വേറെ ആരുമില്ല, ഐക്കണിനെ മേടിക്കാനാണ് എൻ്റെ ഒരു ഇത്. ഏത് ഐക്കണിനെ മേടിക്കണമെന്നാണ് കൺഫ്യൂഷൻ. ഇപ്പോൾ ഇവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ആരാ ഉള്ളത്? അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ജെറാർഡുണ്ട്, സ്റ്റീഫൻ ജെറാർഡുണ്ട്. അവനൊക്കെയുള്ളു. സ്റ്റീഫൻ ജെറാർഡും പിന്നെ ട്രിക്വൽമയുണ്ട്. ഇതിൽ ആരും എടുക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. സ്റ്റാർട്ടൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറേ നേരം ആലോചിച്ചിരുന്ന് എനിക്കൊരു തീരുമാനം കിട്ടി. നമ്മൾ ജെറാർഡിനെ എടുത്തു. ഇനൊന്നും പറയണ്ട, ഇങ്ങോട്ടുമില്ല, ജെറാർഡിനെ നമ്മളങ്ങ് എടുത്ത് അവരുടെ പായ്ക്ക് നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷ് സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ ഐക്കൺ സ്റ്റീഫൻ ജെറാർഡ് 105 കിട്ടിയിരിക്കുന്നു. നമുക്ക് നേരെ അവൻ്റെ ടീമിലോട്ട് പിടിച്ചിട്ട് ആദ്യമേ റാങ്കപ്പ് ചെയ്യാം. 2 മാസറാനുണ്ട്, 2 പ്രാവശ്യം റാങ്കപ്പ് ചെയ്തേക്കാം. സെക്കൻഡ് 100% ഇതായതുകൊണ്ട് തന്നെ റാങ്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, റാങ്കപ്പ് ചെയ്ത് നമുക്ക് സ്കില്ല് അവയർനെസ്സിന് കൊടുക്കണം. അവയർനെസ്സിന് 2 കൊടുത്തിട്ടുണ്ട്. അതിന് ഡിഫെൻഡിങ് മിഡ്ഫീൽഡറും സെൻട്രൽ മിഡ്ഫീൽഡറും കളിക്കാൻ പറ്റും. നമുക്ക് നേരെ ടീമിലോട്ട് എടുക്കണം. ഓട്ടോ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ മിക്കവരെയും മാറ്റാം. അതിന് മുമ്പ് ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്യാം. മറഡോണയുടെ അവന് കൊടുക്കാം, ജെറാർഡിന് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കുറേ ട്രെയിനിങ് ഒക്കെ ചെയ്തു. ജെറാർഡിനെയൊക്കെ ടീമിലിട്ട് അവന് ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ മാർട്ടിനസിനും ഗ്യോക്രസിനും ഒക്കെ ട്രെയിൻ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല തൽക്കാലം. അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെന്ന് നമുക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ മറ്റേ 80 മുതൽ 97 വരെയുള്ള ഡെയിലി ബോണസ് എക്സ്ചേഞ്ച് അത് നമുക്ക് ചെയ്തേക്കാം. നല്ല പ്ലെയറിനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് കാഴ്ച കൊടുക്കാം. വോക്കൗട്ടുണ്ട്. വോക്കൗട്ടുണ്ടായിട്ട് കാര്യമില്ല. ബേസ് കാർ റൈറ്റിംഗ് കേസ് വേണ്ടി കേസ് ഒന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചലഞ്ച് കൊണ്ട് കളിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് ഞാൻ തിങ്കളാഴ്ച ഇടുന്നത്. അപ്പോൾ ചലഞ്ച് കൊണ്ട് കളിക്കാം. 3 റൗണ്ടുണ്ട്. അത് കളിച്ചിട്ട് ഏത് പ്ലെയറിനെയാണ് കിട്ടുന്നതെന്ന് കാണിക്കാം. അപ്പോൾ സനറ്റയുടെ സനറ്റ് പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല അറ്റാക്ക്. ഗ്യോക്രസ് ഓഫ് സൈഡടാ.
മാറ്റനസിൻ്റെ ഗോൾ കിട്ടാൻ നമുക്ക് മാറ്റനസിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാം. ഓടിയോ ഓക്കെ ഓക്കെ. ഇവിടെ തന്നെ ധൈര്യത്തോടെ ആവില്ലേ ഓടുന്നു. ഓക്കെ മാർട്ടിനസ് അവിടെ പോടാ. അവൻ്റെ കാലത്ത് കുഴപ്പമില്ല, മാർട്ടിനസിന് കിട്ടി. ഡ്രിബിളിങ് ഡ്രിബിളിങ് കണ്ടുപിടിച്ചായിരിക്കും. ഓടാ അവിടെ പോടാ. എടേ ഡിഫെൻഡ് ചെയ്യണം. എടാ ഗോളിയില്ലടാ പോസ്റ്റ്. ഗോളിയില്ല. എടാ പിടിക്കടാ, ആരും ഇല്ലേ പിടിക്കാൻ. എടാ അടിച്ചടാ. എടാ ഗോൾ കയറിയടാ. നമ്മുടെ കിഴവ് കാരണം കയറിയതാണ്. കുഴപ്പമില്ല, നമ്മൾ കമ്പാക്ക് അടിക്കും. ഈ ജെറാഡിനൊന്നും പിച്ച് കാണാറ് പോലുമില്ല. സൈൻ ചെയ്തതല്ലാതെ പിന്നെ കണ്ടിട്ടില്ല ഞാൻ. എവിടെയാണ് അവൻ? പാസ് അതാറ അവിടെ പോണ. അത് കയറിയില്ല ബ്ലോക്ക്. ഓക്കെ ഗ്യോക്കറസിൻ്റെ ബോൾ കിട്ടി. ഓടാ സീൻ. ഗോൾ അടിച്ചടാ നമ്മൾ ഗ്യോക്കറസ് അടിച്ച്. ഇതന്നെ സെലിബ്രേഷൻ. ഇങ്ങനെയൊന്നും അല്ല, നല്ല സെലിബ്രേഷൻ തന്നെ ഇങ്ങനെ. ഇവിടെ ജെറാഡൊക്കെ പിച്ച് കണ്ടോ? സാക്ക ജെറാഡ് അടിച്ചടാ. എക്സ്ട്രാ ടൈമിലോട്ട് പോയി, എന്നാലും കുഴപ്പമില്ല, ഗോൾ അടിച്ച്. ജെറാഡൊക്കെ കളിക്കാനൊക്കെ അറിയാം. ഇപ്പോഴാണ് ഞാനത് അവനൊന്ന് പിച്ച് കാണുന്നില്ല. അങ്ങനെ ഗോൾ അടിച്ച്. ഇതിപ്പോൾ ലാസ്റ്റത്തെ കളിയാണ്. അടിച്ചടാ. അതാണ് ലാഗ് അടിച്ച് അത്രേ ഉള്ളൂ. കമ്പാക്ക് വേണം. 2-1 ഉള്ളൂ. ഓക്കെ കളി തീരാറായി. 4-2 ആയിട്ടുണ്ട്. നമ്മൾ ജയിക്കും. പാസ് കൊടുത്ത് നട്ട് കാണാങ്ങ്. അത്രേ ഉള്ളു. കളി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു റിവാർഡ് കിട്ടും. അതൊന്ന് ക്ലെയിം ചെയ്തേക്കാം. ഓക്കെ തുറക്കാം. ആരെ കിട്ടുന്നുണ്ടോ? 90 മുതൽ 93 മുതൽ 107 വരെയാണ്. വന്ന് ആനിവേഴ്സറി ഇവൻ്റ്. ആനിവേഴ്സറി ഇവൻ്റ് ഇത് വേറൊന്നുമില്ല. ഓക്കെ ഫ്രാൻസ് സെൻട്രൽ ബാക്ക് എല്ലാവർക്കും എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല സാധ്യത. നമുക്ക് നല്ല പ്ലേയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം വെച്ച്. നമുക്ക് വേറെ ചലഞ്ച് മോഡുണ്ട്. ഇത് ഞാൻ പിന്നെ ഇരുന്ന് കളിച്ചോളാം, കുഴപ്പമില്ല. അതിപ്പോൾ കാണിക്കുന്നില്ല, വെറുതെ കളി മാത്രം കാണിച്ച് ബോറാക്കണ്ടല്ലോ. ഗൈസ് ഇതിപ്പോൾ ഞായറാഴ്ചയാണ്. അന്നത്തെ ചലഞ്ച് മോഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ്. 101 മുതൽ 107 വരെയാണ്. നോർവേ സെൻട്രൽ ഒഡേഗാർഡ്. എനിക്ക് ഇവന് 10-15 പ്രാവശ്യം കിട്ടി. ഇനി എന്തിനു ഇരിക്കട്ടെ, കുഴപ്പമില്ല, എക്സ്ചേഞ്ച് എല്ലാം ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.